ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നമുക്ക് നല്ല തണുപ്പാട്ടോ, കോടയൊക്കെ ഇങ്ങനെ പറന്നാണ് പോണത്. അപ്പോൾ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഇന്നും മഴ തന്നെയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നാളായിട്ട്. കാരണം നല്ല വെയിലാണ്, മഴക്കാലമാണെങ്കിൽ കൂടി. പക്ഷേ ഇപ്പം എന്തായാലും ഒരാഴ്ചയായിട്ട് നല്ല മഴ കേട്ടോ. രാത്രി പകലില്ലാതെ കേട്ടോ മഴ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പെയ്യാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു മഴ എന്തായാലും നല്ല ഇരുട്ട് കുത്തിയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നോക്കി പുറകിലേക്കായാലും നല്ല ഇതിനെ ഇരുണ്ട് കൂടിയപ്പോൾ തന്നെ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കോടയും നല്ല തണുത്ത കാറ്റും പോകുന്നതിന് കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ടോ നമ്മുടെ ഓരോ പ്രഭാതവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പ്രഭാതം എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മൈൻഡൊക്കെ നല്ല രീതിയിൽ തന്നെ റിലാക്സ് ആവാൻ നല്ലൊരു അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഇപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴികളൊക്കെ തുറന്നു വിട്ടു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടു. നമ്മുടെ ഡയനെ തുറന്നു വിട്ടിട്ടില്ല. അപ്പോൾ ഡയനെ തുറന്നു വിട്ടാൽ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും എല്ലാം കാണാട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാട്ടോ. അപ്പോൾ അച്ഛനും മോളും ഇപ്പോൾ നല്ല ഉറക്കാട്ടോ. അവർ നീച്ചിട്ടില്ല കേട്ടോ, കാരണം നല്ല തണുപ്പ് കൂടിയാണല്ലോ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് കോട ഇങ്ങനെ പറന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കോടയുടെ എഫക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. അത്രത്തോളം ഒരു ഇതിലാക്കി നോക്കി അങ്ങനെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാറ്റ് പോലെ കേട്ടോ സ്പ്രെഡ് ആകും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഇങ്ങനത്തെ ക്ലൈമറ്റുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ അറിയുന്നത് ഒരുപാട് സന്തോഷം കിട്ടും. എന്താ ഈ ഒരു ക്ലൈമറ്റിൻ്റെയാണ് നമുക്ക് മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മൊത്തം കോട കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇന്നത്തെയും പോലെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഒരു സ്ഥലങ്ങളുടെ ഭംഗിയും അതേപോലെ തന്നെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം തന്നെയാണ് കേട്ടോ അവരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കാവുന്ന മെയിൻ കാരണം. അതുകൊണ്ട് നമ്മുടെ ഇവിടേക്കാണ് ദിനം പ്രതി ഇങ്ങനെ ഓരോ റിസോർട്ടുകളായിട്ട് ഇങ്ങനെ ഓരോ ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കി നല്ല രീതിയിലാട്ടോ കോടെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ളത്. കൂടെ നോക്കി കിളികളൊക്കെ അത് രാവിലെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് റൂമിലൊക്കെ വാതിലൊക്കെ അടച്ച് എല്ലാം ജനലും മൊത്തത്തിൽ അടച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കിളികളുടെ എഫക്റ്റ് രാവിലെ തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. വെളുപ്പിൽ തന്നെ ഇവരിങ്ങനെ കലപില ബഹളമായിരിക്കുവേ. മൊത്തം കോടമഞ്ഞണിഞ്ഞ് നിൽക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തത്തിലങ്ങ്. പിന്നെ ഒരുപാട് പേര് കൊതിക്കുന്ന ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ആ ഒരു അടിത്തട്ടിൽ ഇങ്ങനെ ആ ഒരു ഫീലിങ്സ് എല്ലാം അറിഞ്ഞ് ആ ഒരു പ്രകൃതിയുടെ പലതരം ഭാവങ്ങളൊക്കെ കണ്ടിട്ട് ഓരോ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യുക, അതൊക്കെ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. കാരണം ഒരുപാട് പേര് കൊതിക്കുന്നത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നമ്മളതിൽ ഒരുപാട് ഹാപ്പിയാന്ന് തന്നെ പറയാം കേട്ടോ. ഇപ്പം എന്തായാലും തണുപ്പിന് എന്തായാലും യാതൊരു ശമനവുമില്ല, നല്ല തണുപ്പ് തന്നെയാണ് എപ്പോഴും. അതുപോലെ തന്നെ നമ്മുടെ മെലസ്റ്റോമയുടെ കാര്യം നല്ല മഴ പെയ്തോടുകൂടി ഫ്ലവറിങ് ഒക്കെ ഇപ്പോൾ കുറവാട്ടോ. നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ കിട്ടുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ മഴയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നോക്കിയാൽ ഫ്ലവറും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഫ്ലവർ ആയാലും നല്ല രീതിയിൽ തന്നെ മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡേയ്സൊന്നും അങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൽ ഫ്ലവറിങ് പൊതുവേ കുറവായിരിക്കും കേട്ടോ. കാരണം നല്ല മഴയൊക്കെ ആകുമ്പോൾ പൊതുവേ ഉണ്ടാവുന്ന പൂവായാലും ഒരുപാട് നാളെ നിൽക്കുമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ പൂക്കളുടെയൊക്കെ അവസ്ഥ. പൂക്കളൊക്കെ ഇങ്ങനെ നന്നായിട്ട് കേട്ടോ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നത് നോക്കി. ആ ഒരു ഏരിയ മൊത്തം കോടയങ്ങ് കവറായി തുടങ്ങിയിരിക്കുകയാണ് മൊത്തത്തിലിങ്ങനെ. അങ്ങനെ എന്തായാലും പുറത്താകുമ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം മേളിൽ കൂടെ കുറച്ച് വിറകൊക്കെ നമ്മൾ വാര വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങി നല്ല ചെറിയൊരു ചൂടോട് കൂട്ടാട്ടോ ഇരിക്കുന്നത്. പുറത്തിപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ ഒരു വിറകടുപ്പ് എന്ന് പറയുമ്പോൾ കത്തി കഴിഞ്ഞാൽ കുറേ നേരം ആ ഒരു ചൂടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൈയോടെ തന്നെ വിറകൊക്കെ വാര വയ്ക്കുകയാണെങ്കിലും കുറേ നേരം ആ ഒരു ചൂട് ഇങ്ങനെ നിന്നിട്ട് ആ ഒരു വിറകിലേക്ക് ആയാലും നന്നായിട്ട് തണുത്ത വിറകൊക്കെ ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ചൂടായിരിക്കും. അപ്പോൾ ആ ഒരു ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് തീ കത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം ഒരു വിറകെല്ലാം എടുത്ത് ഞാൻ അതാ സൈഡിൽ കൂടി തന്നെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിനി തീ കത്തിക്കുകയാണെങ്കിലും ആവശ്യത്തിന് അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ. ബാക്കി അവിടെ തന്നെ നമ്മളിങ്ങനെ ഓൾറെഡി നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ചൂട് ഒന്നുകൂടി അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് വീണ്ടും കത്താൻ തുടങ്ങും. അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ആദ്യം ചാരം കോരാട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ വിറകുകൾ ഇങ്ങനെ ഇതിൻ്റെ പൊക്കത്ത് കൂടെ നിരത്തി വെച്ചിരിക്കണം. അടുപ്പിൻ്റെ മേളിൽ കൂടെ ഒരു ചൂട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂടുതലും ഞാൻ വെച്ചിട്ടുള്ളത് മൊത്തം അലകാട്ടോ. നമ്മുടെ കവുങ്ങ് പൊളിച്ചിട്ട് ചെറിയ പീസുകളാക്കിയതിന് ശേഷം അത് കത്തി കഴിഞ്ഞാൽ നന്നായിട്ട് കത്തിട്ട് കുറേ നേരം. അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് തന്നെ. അത് നമുക്ക് എല്ലാം പാടെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ഞാൻ ചാരം അടുപ്പിൽ തന്നെ വെക്കിട്ടു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിരട്ടയൊക്കെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണയോ ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിട്ടു തീ. അപ്പോൾ നമുക്ക് ചാരെല്ലാം നന്നായിട്ട് കോരിയെടുക്കട്ടെ. അത്യാവശ്യം ഉണ്ട് കേട്ടോ ചാരം. അതായത് നമ്മളിപ്പോൾ ചോറും അതേപോലെ തന്നെ പിന്നെ അടുപ്പ് ഒഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കറിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കും, കുടിവെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ നേരം കത്തുന്നതുകൊണ്ട് നല്ല രീതിയിൽ കനലാകുമ്പോൾ തന്നെ രാവിലെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇതുപോലെ ചാരം ഉണ്ടാകും.
പിന്നെ നമ്മൾ ഈ കോരി എടുക്കുന്ന ചാരം കൊണ്ട് നമുക്ക് 2 ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടികളിലേക്ക് ഇട്ട് കൊടുക്കാനും നല്ലതാണ്. അതേപോലെ നമുക്ക് നല്ല കരിയുള്ള പാത്രങ്ങളൊക്കെ തേച്ച് കഴിയാൻ വേണ്ടി കുറച്ച് ചാരം സോപ്പ് ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീനായിട്ട് വരും. അങ്ങനെ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ദിവസത്തേക്ക് ഇനി നമുക്ക് തീ പിടിപ്പിക്കാനുള്ളതാ. കുറച്ച് അതായത് കനം കുറഞ്ഞ വിറക് മതി കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. നൈസായിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടി വിറകൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നല്ല കനം കുറഞ്ഞ് നോക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കത്തിച്ചെടുക്കാവുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് എപ്പോഴൊന്നും മണ്ണെണ്ണയൊന്നും കിട്ടാറില്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും നമുക്കൊരു 4 മാസമൊക്കെ അടുപ്പിച്ച് നമുക്ക് പിന്നെയും കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല തണുപ്പും കൂടിയാണല്ലോ. അപ്പോൾ മണ്ണെണ്ണ കിട്ടുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് രാവിലെ നേരത്തൊക്കെ തീ പിടിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണ നമ്മുടെ ചിരട്ടയിൽ കുറച്ച് ചാരമൊക്കെ വെച്ചിട്ട് പടിയിലേക്ക് അത് വെച്ച് കൊടുത്തിരിക്കണം. അതിൻ്റെ പൊക്കത്താട്ടോ നമ്മളൊരു കനം കുറഞ്ഞ വറകളെല്ലാം വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് ഒരു പേപ്പറിൽ എന്തെങ്കിലും തീ വെച്ചിട്ട് നേരെ അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കത്തിക്കോളും. കത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വിറക് വെച്ച് കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് കത്തിക്കോളും. അപ്പോൾ എന്തായാലും വിറകിലേക്ക് നന്നായിട്ടൊന്ന് കത്തി പിടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് കലമൊക്കെ കയറ്റി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കത്തി കയറുള്ളൂ. അപ്പോൾ എന്തായാലും കത്തട്ടെ. അതേപോലെ ഇന്ന് നമുക്ക് ദോശയാട്ടം ഉണ്ടാക്കുന്നപ്പോൾ മാവൊക്കെ ഇതാ ഇന്നലെ അരച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ തണുപ്പ് മാറാൻ വേണ്ടി നമ്മുടെ ഒരു അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടുപ്പ് ചൂടായ അവസ്ഥയ്ക്ക് പെട്ടെന്ന് അങ്ങ് നന്നായിട്ടങ്ങ് ചൂടായിക്കോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇതാ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ദോശയുടെ ആ ഒരു പരുവത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മാവൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതാ തീയൊക്കെ നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ആ മാവിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നല്ലോ നമ്മുടെ മാവ്. അങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ അപ്പോൾ ഇതാ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാട്ടോ അവസ്ഥ. മൊത്തത്തിലൊരു വെള്ളമായി ആട്ടോ. ഇങ്ങനെ ഫോഗ് വന്ന് ഇറങ്ങിയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ മഴത്തുള്ളിയുടെ ശക്തിയൊക്കെ ഇതാ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ദോശ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചുട്ടാൽ മതി കേട്ടോ. കാരണം നല്ല തണുപ്പും കൂടി ആണല്ലോ. പിന്നെ നമുക്ക് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിലായിട്ട് നമ്മൾ ദോശ ചുടാറ്. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് മറിച്ചിരിക്കുകയുള്ളൂ അന്തരീക്ഷം മൊത്തത്തിൽ. അപ്പോൾ പിന്നെ നമ്മൾ ചുട്ട് വെച്ചാലും പിന്നെ പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിനി കറി വയ്ക്കാനുണ്ട്. അപ്പോൾ കറി ആയിട്ട് ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുക്കറിലിട്ടിട്ടൊന്ന് വിസിലേറ്റി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ അപ്പോഴത്തേനും അത് വിസിൽ കയറി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്തായാലും അതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കണം. അതേപോലെ തന്നെ നോക്കി നല്ല കളറും അതുപോലെ തന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് മാവേലിയിൽ നിന്ന് വാങ്ങിയിട്ടില്ലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീൻ പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതാ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടോ. ഇനി നമുക്കിതിലേക്ക് തന്നെ ഒരു സബോളയും അതേപോലെ തന്നെ ഒരു തക്കാളിയും ഞാൻ നന്നായിട്ട് തന്നെ തോലെല്ലാം കളഞ്ഞ് കഴുകിയതാ ഇതിലേക്ക് തന്നെ അടം മുറിച്ചിടുന്നത്. പിന്നെ നമുക്ക് വഴറ്റിയിട്ട് നമ്മൾ കടുകൊക്കെ താളിക്കുള്ളൂ. ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ഇടാണ്ട്. അപ്പം എന്തായാലും അത് നമുക്ക് കുറച്ചുകൊണ്ട് ചെയ്യാം. അപ്പം എന്തായാലും ഇത് നമ്മുടെ കടലയുടെ കൂടെ കിടന്ന് വേവട്ടെ. അങ്ങനെ അതെല്ലാം ഞാൻ കുക്കറിൽ വെച്ചതിന് ശേഷം പിന്നെ നേരെ വന്നത് അടിച്ചു വാരാനാട്ടോ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാട്ടോ ഇതിലതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കേട്ടോ. അതായത് ഏതോ ഒരു എഫക്റ്റ് എന്തോ മാറി വന്നതാട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇതിവിടെ കിടക്കട്ടെ. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഇനി അടിച്ചു വാരാം കേട്ടോ. അപ്പോൾ അടിച്ചു വാരാനായിട്ട് നമുക്കിനി മൊത്തം അടിച്ചു വാരാനുണ്ട്. അപ്പോൾ റൂമൊന്നും ഞാനിപ്പോൾ അടിക്കുന്നില്ല. റൂമിൽ ഇപ്പോൾ അവർ ഉറങ്ങുമല്ലോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കുക. ബാക്കി എല്ലാവരുടെയും നമുക്കൊന്ന് അടിച്ചു. അതേപോലെ തന്നെ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഞാൻ തുടയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴായാലും നല്ല ഉറക്കത്തിലാട്ടോ. പിന്നെ ആവണിക്കുട്ടി ആയാലും ഇന്നലെ ലേറ്റായിട്ടാട്ടോ കിടന്നത്. ഇന്നലെ കളിയും ചിരിയും ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ നല്ല രീതിയിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ. സാധാരണ നമുക്ക് അങ്ങനെ തണുപ്പൊന്നൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ നീക്കുന്നത് കണ്ട് അങ്ങനെ ഞാൻ കൂടെ നീച്ചു കിട്ടും. ഇന്ന് ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ നീച്ചതാണേ. നമ്മുടെ ഇതുപോലുള്ള ഈ ഒരു ക്ലൈമറ്റ് അറിയാം. നമ്മുടെ ആന്തൂരം പ്ലാന്റ്സ് ഇതുപോലെ പൂക്കളിടാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വെച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിലും പൂക്കളുണ്ട് കേട്ടോ. ഒരു ആന്തൂരം പ്ലാന്റ്സ് എപ്പോഴും ഒരു തണുത്ത ക്ലൈമറ്റ് ആട്ടോ. നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക.
ചെറുതും വലുതായിട്ട് ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മുടെ റെഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റാണ്. അപ്പോൾ വൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ റെഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് കുറച്ച് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഫ്ലവർ. ഈ ഒരു ഫ്ലവറൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ സൈസ് കൊടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഫ്ലവർ ആയാലും ഒരുപാട് നാൾ നിൽക്കും കേട്ടോ. ഒരു 1 മന്തിൻ്റെ മുകളിലൊക്കെ നിൽക്കും, നല്ല ഫ്രഷായിട്ട് തന്നെ. നമുക്കിതിലായാലും ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് കായ്കൾ ഇനിയിപ്പോൾ പറിച്ച് കാണാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്തുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് അകത്ത് കയറാൻ ചെറിയൊരു കാരണം എടുത്താ ഉള്ളിൽ നിന്നൊരു ഉൾവിളി വന്നു കേട്ടോ. അമ്മേന്ന് പറഞ്ഞിട്ട്, അമ്മേന്ന് പറഞ്ഞെങ്കിലാ അച്ഛൻ്റെ നെഞ്ചിൽ ഒട്ടി കിടക്കോട്ടെ നമ്മുടെ ആവണിക്കുട്ടി. ഉറക്കങ്ങ് മതിയാവാത്ത പോലെ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിരിവിരി ഉള്ളതാണ്. പിന്നെ പുറത്തായാലും തണുപ്പാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ നോക്കി അച്ഛൻ്റെ ചൂട് തട്ടി നല്ല ഉറക്കത്തിലാട്ടോ. ഇപ്പോൾ എൻ്റെ കണ്ട വഴിക്കുള്ളൊരു ഉറക്കാട്ടോ. അപ്പോൾ ഇതൊരു പൂച്ചുറക്കം എന്ന് പറയാം കേട്ടോ. അങ്ങനെ തൊട്ടപ്പോൾ ആൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്, ചിരിയൊക്കെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ അതൊക്കെ നീപ്പിച്ചിന് മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ ഒന്ന് തേപ്പിക്കണം. പല്ലൊക്കെ തേക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെറിയൊരു മടിയൊക്കെയാണ്, എന്നാലും തേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പല്ലെല്ലാം തേച്ച് നല്ല മിടുക്കിയ കുട്ടിയായിട്ട് വന്നിരിക്കണ്ടേ. അപ്പോൾ പല്ലൊക്കെ തേപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് വയലൻ്റ് ആയി വരുന്നുണ്ട്. എന്നാൽ ആ ഒരു വയലൻസ് ഒരുപാട് നേരം നീണ്ടു നിൽക്കാത്തതുകൊണ്ട് തന്നെ പല്ല് തേക്കൽ പരിപാടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചപ്പാത്തി വരുന്ന ഒരു കോലും പിടിച്ച് നിൽക്കുന്നത് നേർന്നു കേട്ടോ. ഇന്ന് അമ്മ ദോശ ഉണ്ടാക്കി തന്നപ്പോൾ ദോശ വേണ്ട ചപ്പാത്തി മതി കേട്ടോ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവള് നീച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണികളൊക്കെ ഗോവിന്ദാണ് കേട്ടോ. കാരണം അവളുടെ കൂടെ കളിച്ച് നിന്നാൽ ടൈം പോകണതേ അറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പരിപാടിയെല്ലാം ഞങ്ങൾ 2 പേരും കൂട്ടാണോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ എൻ്റെ കടലക്കറിക്കുള്ള അരപ്പെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് 3 വിസിലായപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം ഉള്ളിൽ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കടലക്കറിക്ക് അരപ്പെല്ലാമായിട്ട് കടയെല്ലാം പൊട്ടി വെച്ചിട്ട് നമ്മുടെ കടലക്കറിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ കടലക്കറിയെല്ലാം കൂട്ടി നമ്മൾ ദോശയെല്ലാം കഴിച്ചിട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ചെറിയൊരു മഴ തോർച്ച കണ്ടപ്പോഴത്തേക്കും അവരെല്ലാവരും വെള്ളം ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഈ ഒരു മഴ തോർച്ച കണ്ടപ്പോൾ ഞാനും പുറത്തിറങ്ങിയത് വേർന്നു കേട്ടോ. കുറച്ചധികം തുണികൾ നമ്മൾ വിരിച്ചിട്ടുണ്ട്. ഇന്നലെ അലക്കിയതാട്ടോ. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എത്ര നേരം ഈ തോർച്ച ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ചെടികളും നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ എന്ന് പറയുമ്പോൾ ഫ്ലവറിങ് കുറവായിരിക്കില്ലേ പൊതുവേ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ ചെടികളൊക്കെ കറക്റ്റ് പ്രൂൺ ചെയ്യേണ്ട ഒരു ടൈം. അപ്പോൾ നമ്മൾ തുണികളൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളും അത് ഉണങ്ങുന്ന വരെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ കൂടെ തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും പണി വരും. കാരണം അപ്രതീക്ഷിതമായി പെയ്യുന്ന ആ ഒരു മഴയിൽ ഒന്ന് നനഞ്ഞാൽ പിന്നെ അതൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പെടാപ്പാട് വീടും. അപ്പോൾ ഇങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് നമുക്ക് ആ ഒരു മഴയുടെ എഫക്റ്റിൽ നോക്കി ഇപ്പോഴും നമ്മുടെ ആ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളന്ന് പച്ചമോതി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ നോക്കി തന്നെ മുളച്ച് വന്ന കേട്ടോ ഈ ഒരു തൈ. ഇപ്പോൾ തൈ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കായക്കായി നിൽക്കുക കേട്ടോ. നമ്മുടെ ഒരു പപ്പായയുടെ തൈ ചെറിയ ചെറിയ കായകളാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് താഴെ പറമ്പിലുള്ളത് കുറച്ച് നീളം കപ്പളങ്ങ കേട്ടോ. അപ്പോൾ ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ആട്ടോ. പിന്നെ അത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അതായത് ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കോടയൊക്കെ പൂർണ്ണമായിട്ടൊന്ന് മാറിയിട്ട് ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് സ്പ്രെഡ് ആവും കേട്ടോ കോട. അതായത് കോടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയയിൽ സ്പ്രെഡ് ആയാൽ മതി കേട്ടോ. പിന്നെ പെട്ടെന്ന് അങ്ങ് കാറ്റിൻ്റെ സ്പീഡിലായിരിക്കും കേട്ടോ അങ്ങ് പെട്ടെന്ന് അങ്ങ് എല്ലാവരും എത്തുന്നുണ്ട് തന്നെ എൻ്റെ പുറത്ത് തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ഇതുപോലുള്ള പല പല സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി വരും. അത് നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട്. കാരണം ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള ആ ഒരു വോയിസ് വരെ അത്രയും നല്ല രസമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അവിടേക്കെന്ന് പറയുമ്പോൾ ഒരുപാട് വള്ളിക്കൂട്ടങ്ങളാണ്. അപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആവുന്ന ടൈമിലൊക്കെ ആ ഒരു വള്ളിക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് കിളിക്കൂടുകളൊക്കെ വീണ് കിട്ടാറുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ കിളികളൊക്കെ വന്ന് കൂട് കൂട്ടുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചില ടൈമിലൊക്കെ നമുക്ക് ചെറിയ കിളികളെയും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കിളികളുടെ സൗണ്ട് മൊത്തത്തിലായിട്ട് കിളികളൊക്കെ വന്നിട്ട് നമ്മുടെ കാപ്പിമരങ്ങളിലൊക്കെ ഇപ്പോൾ കാപ്പിക്കുരുവൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ ഒരു കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കാപ്പിയുടെ തൈ ഉണ്ട് കേട്ടോ. തൈ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു മരത്തിൻ്റെ സെറ്റപ്പായി നമ്മളിപ്പോൾ കവാത്തൊക്കെ ചെയ്ത് നന്നായിട്ട് നിർത്തിയിരിക്കണം. അപ്പം എന്തായാലും അത് വേറൊരു വെറൈറ്റി ഉണ്ട്. അപ്പം എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ ഇതിലും ഇതാ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടോ, അതിനനുസരിച്ച് നേരത്തെ പഴുക്കും കൂടി ചെയ്യും. പിന്നെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ കിളിയും അതുപോലെ തന്നെ വെരികളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഒരു പുറന്തൂട് നല്ലൊരു മധുരമാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് അവർ മെയിനായിട്ട് ഇടുന്നത്. കഴിച്ചിട്ട് പരിപ്പ് താഴെയിട്ടിട്ട് പോകും കേട്ടോ. അത് നോക്കിയിട്ട് ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ ചെറിയ ഡിസ്റ്റൻസ് ഇട്ടടുത്ത് മൊത്തം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അറബിയും അതേപോലെ തന്നെ റോബസ്റ്റും അതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണ്ടയൊക്കെ വെട്ടി നമ്മൾ അതിനെ കവാത്ത് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഡേയ്സ് കൂടി കഴിയുമ്പോഴത്തേനും നമുക്കിതെല്ലാം പറിച്ചെടുക്കാനാണ്. കാരണം ഇപ്പോൾ ഒന്ന് കുറച്ച് നിറം മാറി തുടങ്ങി. പിന്നെ കുറച്ച് ഡേയ്സ് കൂടി കഴിയുമ്പോഴത്തേനും മൊത്തം ഒരു കളർഫുൾ മഴയായിരിക്കും കേട്ടോ. ഓരോ കമ്പുകളിലായിട്ട് ഇങ്ങനെ കളർ മാറി നമുക്കിങ്ങനെ പറിച്ചെടുക്കേണ്ട ആ ഒരു കറക്റ്റ് പരുവത്തിലായി തുടങ്ങും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനായിട്ട്. പിന്നെ ഓൾമോസ്റ്റ് പണികളൊക്കെ തീർന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വ്ളോഗായിട്ട് എടുത്തിട്ടില്ല. അപ്പം എന്നാലും കുറച്ചൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് എനിക്ക് കുളിക്കണം, എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം നല്ല മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും ദിവസത്തിന് അപേക്ഷിച്ച് ചെറിയൊരു തോർച്ചയുണ്ടെന്ന് പറയട്ടോ. കാരണം ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ചെറിയൊരു തോർച്ചയൊക്കെ കിട്ടിയിട്ട്. അപ്പം എന്തായാലും വെയിൽ വരുമെന്നൊന്നും അറിയില്ല കേട്ടോ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പം എന്നാലും ഇത് കുഞ്ഞു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്യണേ.